മഹാകവി മോയിൻകുട്ടി വൈദ്യർ സാംസ്കാരിക കലോത്സവത്തിന് മലപ്പുറം കൊണ്ടോട്ടിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെയും വൈദ്യർ പുരസ്കാര സമർപ്പണത്തിന്റെയും ഉദ്ഘാടനം തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ നിർവഹിച്ചു. മാപ്പിളകലാ അക്കാദമിയുടെ പരമോന്നത പുരസ്കാരമായ മഹാകവി മോയിൻകുട്ടി വൈദ്യർ അവാർഡ് മരണാനന്തര ബഹുമതിയായി വിളയിൽ ഫസീലയ്ക്കു വേണ്ടി മകൾ ഫാഹിമ ഏറ്റുവാങ്ങി. വിവിധ കലാകാരന്മാർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താനി അധ്യക്ഷനായി. തുടർന്ന് നടന്ന ആദിവാസി ഗോത്ര കലാസന്ധ്യ ടി.കെ. ഹംസ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വൈകിട്ട് ലക്ഷദ്വീപ് കലാസന്ധ്യ നടക്കും. ഏത് കലയായാലും മനസ്സിനെ ആസ്വദിപ്പിക്കുമെങ്കിൽ അത് എല്ലാവരും ആഗ്രഹിക്കും. ആ നിലയ്ക്ക് മാപ്പിള കലകൾക്ക് വലിയ മോയിൻകുട്ടി മാഷോടൊപ്പം മാപ്പിളപ്പാട്ടിന്റെ ഭാഗതയെ മാറ്റി എഴുതി കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമസ്കാരം. പ്രസക്തിയെ അതിന്റെ വൈവിധ്യത്തെ തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം ഭംഗിയും പ്രദാനം ചെയ്യുകയുണ്ടായി. ഇനി കുലമാന്തൂർ അബൂബക്കർ ആലാപന വിദഗ്ധനാണ്. തുപ്പൂർ ഗോവിന്ദപിഷാരി എന്ന ശാസ്ത്രീയ സംഗീത വിദുഷിയുടെ കീഴിലുള്ള പരിശീലനമാണ് കുലമാന്തൂർ അബൂബക്കർ എന്ന ഗായകനെ ഈശ്വർ ലോകത്ത്